മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂണിൽ നടക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു വർഷക്കാലം എടുക്കും. ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുന്നതിനോ ഈ 12 രാശി ചുറ്റി വരുന്നതിന് 12 വർഷം എടുക്കും. ആ കാലത്തിനെയാണ് നമ്മുടെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ വ്യാഴവട്ടത്തിന് ജ്യോതിഷപരമായിട്ടും ഇനി ജ്യോതിശാസ്ത്രപരമായിട്ടും ഒക്കെ വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിഥുനം രാശിയിൽ നിന്ന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റമാണ്. ഉച്ചരാശി, നീചരാശി, സ്വക്ഷേത്രം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, അങ്ങനെയുള്ള പല പല പൊസിഷനുകൾ സൗരയൂഥത്തിൽ ഈ ഗ്രഹങ്ങളുടെ യാത്രയ്ക്കുണ്ട്. വ്യാഴം പൊതുവെ ഒരു ദൈവിക ഗ്രഹമാണ്. വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ ഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ എല്ലാം വളരെ അനുകൂലമായ ഫലങ്ങൾ തരുന്ന, നമ്മളെ വളരെയധികം അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്ന ഈ കാലം നമ്മുടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ സമയം പറയാൻ പോകുന്നത് പൂരാട നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരാട നക്ഷത്രത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പൂരാട നക്ഷത്രം ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 കാലഘട്ടത്തിൽ ധനുരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴം അതിൻ്റെ 7ാം രാശിയായിട്ടുള്ള മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ധനുരാശി ജാതരായിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ 15 നാഴിക ഈ നാടുകാർക്കൊക്കെ പൊതുവെ ജീവിതം വലിയ തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാക്കി. ഒരുവിധം കൊള്ളാവുന്ന ദാമ്പത്യ ജീവിതം, സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം, പുതിയ പുതിയ മാർഗങ്ങൾ, അതേമാതിരി തട്ടും തടവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ വ്യാഴമാറ്റത്തോടുകൂടി അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 7ാം ഭാവത്ത് നിന്ന് വ്യാഴം അഷ്ടമത്തിലേക്കുള്ള യാത്രയാണ്. അഷ്ടമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, 8ൻ്റെ പണിയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ 8ലേക്കുള്ള യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യാഴത്തെ സംബന്ധിച്ച് ഉള്ള അനുഭവഗതികളിൽ പല കാര്യത്തിലും ഈ ധനുരാശിക്കാർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങളും തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആചാര്യന്മാർ പറയണത് സർവപ്രതാപത്തിനും അല്ലെങ്കിൽ സർവപ്രഭാവത്തിനും മങ്ങൽ. എത്ര നന്നായിട്ട് ഒക്കെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു പൂരാട നക്ഷത്രക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. പൂരാടം പറഞ്ഞ സ്ത്രീകൾ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അവിടുത്തെ വീട് ഭരിക്കുന്ന ആൾക്കാർ. അത് ഭർത്താവിന് കഴിവുള്ള ആൾക്കാരാണെങ്കിലും കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിലും ഭർത്താവിനേക്കാളൊക്കെ ഉത്തരവാദിത്വവും കുടുംബം ഏറ്റെടുത്ത് നടത്താനും അങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ, കുടുംബത്തിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താനും, മക്കളുടെ കാര്യത്തിന് നോക്കാനും, ഭർത്താവിൻ്റെ കാര്യം നോക്കാനും, അങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ പൂരാട നാളുകാരികൾ വളരെ പേര് കേട്ട ആൾക്കാരാണ്. അതുപോലെയൊക്കെ തന്നെയാണ് പുരുഷന്മാർ. വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ പൊതുവേ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുള്ള ആൾക്കാരാണ്, ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. അത്രമാത്രം വലിയ തമാശക്കാരൊന്നും ആയിക്കോളുന്നില്ല. എപ്പോഴും വളരെ ഗൗരവശാലികളാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്യാനും അതേമാതിരി സഹായം ചെയ്യാനൊക്കെ വളരെ സന്നദ്ധയുള്ള ആൾക്കാരാണ്. വലിയൊരു യുക്തിചിന്ത എല്ലാ കാര്യത്തിലും. എന്നുവെച്ചാൽ യുക്തിവാദികൾ എന്നുള്ള രീതിയിലല്ല, ഒരു കാര്യത്തെ യുക്തിയുക്തമായിട്ട് കാണാനും കണക്കാക്കാനൊക്കെ അവർക്ക് വലിയ കഴിവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 2025 വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. 2026 ജൂൺ 2-ാം തീയതി നടക്കുന്ന ഈ വ്യാഴമാറ്റത്തിനോട് അനുബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിലേക്ക് പോയി. അപ്പോൾ ഈ അഷ്ടമത്തിലേക്ക് പോണ സ്വഭാവത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ സർവപ്രഭാവത്തിനും മങ്ങൽ. അങ്ങനെ സാമൂഹ്യപരമായിട്ടും കുടുംബപരമായിട്ടും അല്ലെങ്കിൽ സാമുദായികപരമായിട്ടും അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യത്തും എല്ലാ തലങ്ങളിലും അവരുടെ പ്രഭാവത്തിനൊരു മങ്ങൽ, അവരുടെ പേഴ്സണാലിറ്റിക്ക് ഒരു മങ്ങലുണ്ടാവാനായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിവാദം എന്നുള്ള കാര്യത്തിനും ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെപ്പോലെ തന്നെയൊക്കെയുള്ള അർത്ഥമാണ്. വളരെ വേണമെന്ന് തോന്നിച്ചുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ സ്വാർത്ഥതയൊന്നുമില്ലാതെ ചെയ്യുന്നതായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം വരാതെ യുക്തിക്കൊന്നും നിരക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളിൽ വളരെ പ്രധാനം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണല്ലോ വിവാദം ഉണ്ടാവണേ. അപ്പം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് തെറ്റായിട്ടുള്ള ഫലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അല്ലെങ്കിൽ ഫലം തന്നെ തെറ്റായിട്ട് വരികയും ആൾക്കാർ തെറ്റായിട്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാവുകയൊക്കെ ചെയ്യും. ഔദ്യോഗിക ഉന്നതിയിൽ ഉള്ള ഒരാളെ കീഴ് ജീവനക്കാരോടോ അല്ലെങ്കിൽ അവരായിട്ട് വലിയ പ്രതീക്ഷയോട് ഇരുന്ന കാര്യങ്ങളിലൊക്കെ വിഫലം എന്ന് പറഞ്ഞൊരു പൊസിഷൻ അല്ല ഒരു സംഭവം സംഭവിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടി, വലിയ പ്രതീക്ഷയൊക്കെ ആയിട്ട് ജോലിക്ക് പോയത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് അല്ലാതെയാവുക, ഉദ്ദേശിക്കുന്ന ശമ്പളം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ജോലിയായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ലാണ്ടാവുകയോ അല്ലെങ്കിൽ ആ ജോലി ഒരു വേദനയായിട്ട് മാറുകയോ ഇതിലും ഭേദം ജോലി കിട്ടാത്തതാണെന്ന് തോന്നുകയോ അങ്ങനെ ആ സംഭവം വിഫലമായി. കല്യാണമൊക്കെ ആലോചിച്ച് വളരെ ക്ലിയർ ആയിട്ടൊക്കെ നിന്നു. പക്ഷേ ബ്രോക്കർമാരായിട്ടും ബാക്കിയുള്ള പല പല വഴിക്കേ കൂടിയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കല്യാണം വന്നു, പെട്ടെന്ന് നടന്നു, കൂടുതൽ ആലോചിക്കുകയും ചെയ്തില്ല. പക്ഷേ ജീവിതത്തിലേക്ക് തന്നെ ഈ കക്ഷി ശരിക്കും പറഞ്ഞാൽ തീരെ തനിക്ക് യോജിക്കില്ലാത്ത തോന്നുക, തീരെ തനിക്ക് യോജിക്കാത്ത വിധം അനുഭവത്തിൽ വരിക. അപ്പം അതും ഒരു വിഫലം എന്നുള്ളൊരു ഉദാഹരണമാണ്. അതുപോലെ വിഫലം ആവുക, അതുപോലെ വിപത്തുക്കൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാവുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 2026 10-ാം മാസത്തോടുകൂടി വ്യാഴം അതിചാരം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കൂടെ, അതിചാരം എന്ന് പറഞ്ഞൊരു ഫിനോമിനോൺ മുമ്പോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. വ്യാഴം ചിങ്ങരാശിയിലേക്ക് വന്നു എന്ന് കാണപ്പെടും. അങ്ങനെ വരുമ്പോഴോ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ 9-ലെ വ്യാഴത്തിൻ്റെ ഫലങ്ങളായി. എന്നുവെച്ചാൽ അഷ്ടമത്തിൽ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന തിരിച്ചടികൾക്കെല്ലാം പെട്ടെന്നൊരു നിവൃത്തി നമ്മുടെ കാര്യങ്ങളിലൊക്കെ വരും. വലിയ സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ ഇടപെടും. വല്ല ജപ്തി നോട്ടീസോ അങ്ങനെയൊക്കെ വന്ന് ചെറുതായിട്ടൊന്നും ഭീഷണി നിൽക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തേക്കൊക്കെ നീട്ടി കിട്ടുന്നതായിട്ടുള്ള ചില അനുഭവഗതികളുണ്ടാവും. കേസ്, വഴക്ക് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു തീരുമാനം വരും. കുടുംബത്തിലൊരു സന്തോഷവും കാര്യങ്ങളെല്ലാം വരും. വലിയ എന്തോ സൂക്കേടാണ്. ഈ അഷ്ടമത്തിൽ വ്യാഴമൊക്കെ നിന്നപ്പോൾ ആശുപത്രിയിലൊക്കെ പോയി ചിലപ്പോൾ സൂക്കേട് കണ്ടുപിടിക്കില്ല. എത്ര നല്ല വൈദ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും സമയം ശരിയല്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ചിലപ്പോൾ രോഗമൊന്നും കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ല എന്ന് വരും. അപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ എന്നുള്ള ആദ്യം നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് അതൊരു കാര്യമില്ലാത്ത കാര്യമായിരുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ ഇടപെടും. അതാണ് 9-ൽ വ്യാഴം വരുമ്പോൾ. അതുപോലെ ദേവാലയങ്ങളിലൊക്കെ പോയി തൊഴണം, അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയി തൊഴണമെന്നും ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യണമെന്നും, ചിലപ്പോൾ കുടുംബ സമേതോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ഉള്ള തീർത്ഥയാത്രകൾ തിരുപ്പതിക്കോ മൂകാംബികയ്ക്കോ അല്ലെങ്കിൽ വേളാങ്കണ്ണിക്കോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാനുള്ളൊരു അവസരം നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നൊന്നുമല്ല. നമ്മൾ പതിവ് പോലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ഭാര്യ പറഞ്ഞു, ഇതേ അങ്ങനെ ടൂറ് പോകുന്നുണ്ട്, വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട്, ഇവരൊക്കെ പോകുന്നുണ്ട്, നമുക്കും പോയാലെന്ന് തോന്നി. ആദ്യം വേണ്ടാന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും പിന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, അങ്ങനത്തെ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി 2-3 ദിവസത്തിനുള്ള ടൂറ്, അങ്ങനത്തെ തീർത്ഥാടനത്തിനും അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഇടവരിക. അതൊക്കെയാണ് ഈ 9-ലേക്ക് വ്യാഴം വന്നാലുള്ള ഗുണം. 9-ക്ക് സ്ഥിരമായിട്ട് വന്നതല്ല, അതിചാരം മുഖേന 10-ാം മാസം മുതൽ 2027 ജനുവരി അവസാനം വരെ 9-ാം സ്ഥാനത്തേക്ക്, അതിനുശേഷം 2027 ജനുവരി അവസാനത്തോടെ വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഈ പുരാട നക്ഷത്രക്കാർക്കുടെ ഒരു കാര്യം പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ ആദ്യവും അവസാനവും ഇച്ചിരി കുഴപ്പവും മധ്യത്തിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്ന സാരം. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പോകുമ്പോഴോ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ട്. പരിഹാരം എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ പിന്തുടരുന്നതായിട്ടുള്ള ദൈവീകമായിട്ടുള്ള
സങ്കല്പങ്ങളിലും ആചാരങ്ങളിലൊക്കെ കൂടുതൽ വിശ്വാസം കൊടുക്കുകയും പ്രാർത്ഥനയാണെങ്കിലും ക്ഷേത്ര ദർശനമാണെങ്കിലും അങ്ങനത്തുള്ളതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും സ്വാഭാവികമായിട്ട് ദൈവത്തിനെ നിങ്ങളൊരു അവശ്യ ഘടകമായിട്ട്, അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മാതിരി ബാക്കി എല്ലാത്തിനും സമയം കൊണ്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യത്തിനൊന്നും സമയമില്ല, ബാക്കിയുള്ള കാര്യങ്ങളെക്കാരൊക്കെ വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു കാര്യം എന്നുള്ള രീതിയിൽ ദൈവികമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നവരെല്ലാം അതിന് ബാക്കി ഏതൊരു കാര്യത്തേക്കാൾ കൂടുതൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വിചാരിക്കുക. അപ്പോൾ ഹിന്ദുക്കളുടെ രീതിയിലാണെങ്കിലും ആരുടെ രീതിയിലാണെങ്കിലും വ്യാഴത്തിന് സർവേശ്വരകാരകത്താണ്. ഏത് ദേവനെ ഭജിച്ചാലും വ്യാഴത്തിൻ്റെ പ്രീതി ഉണ്ടാവും. എങ്കിലും വിഷ്ണു ഭജനാണ് ജ്യോതിഷത്തിൻ്റെ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കേൾക്കുകയോ ചെയ്യുക. നാരായണീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീലിയിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള കാര്യമുണ്ട്. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ല മൂഡോട് കൂടി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പല ക്ഷേത്ര ദർശനം ചെയ്തതിനേക്കാൾ കൂടുതൽ ഫലം ഉണ്ടാവും. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഭഗവത്ഗീതയോ രാമായണോ അങ്ങനെയൊക്കെയുള്ള വിശുദ്ധങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുക. അതിനോടൊപ്പം അതിൻ്റെ കൂടുതലുള്ള വലിയ രീതിയിലുള്ള ദൈവിക അനുഭവങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന് വികാസം ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ അനുവർത്തിക്കുക. അതുപോലെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോവുക. വലിയ വഴിപാടൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു നെയ്വിളക്കെങ്കിലും വയ്ക്കുക. ഗണപതി പൂജ, ഭഗവതി പൂജ, അതേമാതിരി ഹനുമാൻ സ്വാമി തൊഴുവൽ, വെറ്റിലമാല സമർപ്പണം, അങ്ങനെ തുടങ്ങി ധർമ്മദൈവങ്ങളെ സേവിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടാവും, എല്ലാ കുടുംബത്തിലും ഒരു ധർമ്മദൈവം അല്ലെങ്കിൽ ഒരു മൂലകുടുംബം ഉണ്ടാവും. അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. അതേമാതിരി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ നടത്തുക. ഏത് ക്ഷേത്രത്തിൽ പോയാലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ നടത്തുക. അതുപോലെയൊക്കെയുള്ള വളരെ സൽക്കർമ്മങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ഇടയാവുക. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ പൂജിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം, ഇതാണ് പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളും പാപങ്ങളും ഒക്കെ തീരുന്നതായിട്ടുള്ള വളരെ ചുരുക്കത്തിലുള്ളൊരു വഴിപാടാണ്. 3 വ്യാഴാഴ്ചയെങ്കിലും ഇത് അടുപ്പിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഈ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന കാലം പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിലൊക്കെ മാറും. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാവരും ഷെയർ ചെയ്യണം. അതേമാതിരി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നമ്മൾ ഈ ചാനലിൽ കൂടെ സംപ്രേഷണം ചെയ്യാനായിട്ട് നമ്മുടെ ജ്യോതിഷത്തിനെ പറ്റി അധികം ആരും പറയാത്തതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ തുടർ വീഡിയോകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സംഭവമൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ വന്ന് കിട്ടാൻ അത് സഹായിക്കും. അപ്പോൾ എല്ലാ പുരാണ നക്ഷത്രക്കാരും, എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് പുരാണ നക്ഷത്രക്കാരുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കും ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ പരിഹാരങ്ങളും വഴിയും ഈശ്വരവിശ്വാസം വഴിയും ദൈവാനുഗ്രഹം വഴിയും പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം വഴി നല്ല രീതിയിലുള്ളൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.